സംസ്ഥാനത്ത് മറ്റെവിടെയും ഇല്ലാത്ത അസാധാരണവും എന്നാൽ കൗതുകവും നിറഞ്ഞ സാഹചര്യങ്ങളാണ് മലപ്പുറം പള്ളിക്കൽ പഞ്ചായത്തിലെ കൂട്ടാലുങ്കലിൽ ഉള്ളത്. UDF-നായി 9 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ വാർത്തകളിൽ ഇടം പിടിച്ച കൂട്ടാലുങ്കലിൽ അന്തിമ ചിത്രം തെളിഞ്ഞപ്പോഴും വാർഡ് മെമ്പർ ഉൾപ്പെടെ 3 പേർ മത്സര രംഗത്തുണ്ട്. CPI-യിൽ നിന്നാണ് LDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെങ്കിലും ഡെമ്മിയായി പത്രിക സമർപ്പിച്ച CPIM-കാരന് പത്രിക പിൻവലിക്കാനും സാധിച്ചില്ല. മലപ്പുറം പള്ളിക്കൽ പഞ്ചായത്തിലെ കൂട്ടാലുങ്കലാണ് ഞാനുള്ളത്. കൂട്ടാലുങ്കൽ നേരത്തെ വാർത്തകൾ ഇടം പിടിച്ചത് UDF സ്ഥാനാർത്ഥികളുടെ ബാഹുല്യം കാരണമാണ്. 9 പേരാണ് UDF-ന്റെ സ്ഥാനാർത്ഥികളായി ഇവിടെ പത്രിക സമർപ്പിച്ചത്. 7 പേർ അതിൽ നിന്ന് പിന്മാറി 2 പേർ മാത്രമാണ് UDF-ന്റെ സ്ഥാനാർത്ഥികളായിട്ടുണ്ടായിരുന്നത്. അതിലൊരാളെ DCC നേതൃത്വം ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സക്കീർ മാസ്റ്റർ, അദ്ദേഹമാണ് കൈപ്പത്ത് ചിഹ്നത്തിലൂടെ മത്സരിക്കുന്നത്. നിലവിലെ വാർഡ് മെമ്പറായ ലത്തീഫ് കൂട്ടാലുങ്കൽ വിമത സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര ഇനത്തിലാണ് മത്സരിക്കുന്നത്. നടന്ന കാര്യങ്ങളെക്കുറിച്ച് സക്കീർ മാസ്റ്ററോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ പ്രതിഷേധവുമായി എത്തിയതെന്ന് നിലവിലെ വാർഡ് മെമ്പർക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ സൂചനയായിട്ട് വേണം കാണാനെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ലത്തീഫും ഭാര്യയും തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത്. അതിനൊരു മാറ്റം വേണം എന്നതുകൊണ്ടാണ് UDF-ന്റെ പ്രവർത്തകർ തനിക്കൊപ്പം നിൽക്കുന്നത്. കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറുമെന്നും ലത്തീഫിൻ്റേത് ഏകാധിപത്യപരമായിട്ടുള്ള സമീപനമായിരുന്നു എന്നുമാണ് സക്കീർ മാസ്റ്റർ പറയുന്നത്. അതായത് നിലവിൽ ഈ വാർഡിലുള്ള മെമ്പർക്കെതിരുള്ള പ്രതിഷേധമാണ് സ്ഥാനാർത്ഥികളായിട്ട് ഉരുത്തിരിഞ്ഞു വന്നത്. കാരണം അത് ആ മെമ്പർ മാറണം. അദ്ദേഹം നടത്തിയ ഈ വാർഡിൽ നടത്തിയ തെറ്റായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ പ്രതിഷേധം സ്ഥാനാർത്ഥിത്വമായി. ഞാൻ യാദൃശികമായിട്ട് മത്സരിക്കേണ്ടി വന്ന ഒരാളാണ്. കാരണം ഇവിടുത്തെ ഈ വിഭാഗീയതക്കെതിരെ ഇവിടുത്തെ UDF-ഉം പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്, ഞങ്ങളെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അവരും അതേപോലെ ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകരും, ബഹുഭൂരിപക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകരും ഈ നാട്ടിലെ സാധാരണക്കാരും ഇടപെട്ടിട്ടാണ് എന്നോട് മത്സരിക്കാൻ നിർബന്ധിതനായത് ഞാൻ. പക്ഷേ ഈ ആളുടെ ധാർഷ്ട്യം കൊണ്ട് എൻ്റെ ശിഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം കൊണ്ട് അദ്ദേഹം പിൻവലിക്കാൻ തയ്യാറായില്ല. എന്ത് വന്നാലും ആര് പറഞ്ഞാലും ഇനി രാഹുൽ ഗാന്ധി തന്നെ വന്ന് മത്സരിക്കണ്ട എന്ന് പറഞ്ഞാലും ഇവിടെ മത്സരിച്ചാലും ഞാൻ മത്സരിക്കുമെന്ന ആ ഒരു രീതിയിലുള്ള ഡയലോഗാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ DCC നേതൃത്വം ഇന്നലെ 2 മണിക്കാണ് എനിക്ക് ചിഹ്നം അനുവദിച്ച് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. കാരണം DCC-യെയും പാർട്ടിയെയും ധിക്കരിച്ചത് കൊണ്ടാണ്. ഇവിടുത്തെ സാമാന്യ ജനം, അതുപോലെ പാർട്ടി പ്രവർത്തകർ, UDF പ്രവർത്തകർ, മറ്റുള്ള ഈ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകളൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. നിലവിലെ മെമ്പറായ ലത്തീഫ് കൂട്ടാലുങ്കൽ പ്രചരണത്തിൽ സജീവമാണ്. അദ്ദേഹം മൊബൈൽ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. തനിക്ക് അവസരം തരണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നേതൃത്വം തൻ്റെ വാക്കുകൾ കേട്ടില്ല. പക്ഷേ താൻ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജനങ്ങൾ തനിക്കൊപ്പമുണ്ട്. വിജയിച്ചു കയറാനാകുമെന്ന ആത്മവിശ്വാസവും ലത്തീഫ് കൂട്ടാലുങ്കൽ പങ്കുവച്ചു. വിമതൻ എന്ന പേര് തീർത്തും ഒരു നിർഭാഗ്യകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ 27 വർഷക്കാലമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒരു സമര പോരാളിയായിട്ട് മലപ്പുറത്തും മറ്റ് മേഖലകളിലൊക്കെ നിറഞ്ഞു നിന്ന് രാഷ്ട്രീയ സമര പോരാട്ടങ്ങൾ 89 കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട ഒരു കോൺഗ്രസ് KSU പ്രവർത്തകൻ കൂടിയാണ് ഞാൻ. ഇപ്പോൾ നിർഭാഗ്യകരമായിട്ടാണ് അങ്ങനെ ഈ സാഹചര്യത്തിലേക്ക് കടന്നു വന്നത്. പാർട്ടി എന്നെ പരിഗണിക്കുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അവസാന മിനിറ്റിലാണ് സീറ്റ് ഇല്ല എന്ന അനിഷേധാത്മകമായ ഒരു തീരുമാനം. ഏതാനും ചില ആളുകൾക്ക് ഞാനൊരു കാരണവശാലും മെമ്പറായി വരരുത് എന്നുള്ള ഒരു പിടിവാശി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം 20 വർഷത്തോളമായി ഈ വാർഡിൽ ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ സജീവമായി നിലകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരോടൊപ്പം നിലകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട എല്ലാ മേഖലകളിലും, അത് ഏത് സാഹചര്യത്തിലും പ്രതികൂല സാഹചര്യത്തിലും അവരിൽ ഒരാളായിട്ടാണ് ഞാൻ ചെലവഴിച്ചിട്ടുള്ളത്. പാർട്ടി നടപടി താൽക്കാലികം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഞാൻ പാർട്ടി നടപടി അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നെ പോലത്തെ ഒരു പാർട്ടി പ്രവർത്തനം മാറ്റിയ സാഹചര്യം പാർട്ടി നേതാക്കന്മാർ ഒരിക്കൽ കൂടി പുനർവിചിന്തനം നടത്തുന്നതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് ചിഹ്നത്തിൻ്റെ ഒരു ഇതിനപ്പുറം ഈ ജനങ്ങൾ പിന്നെ നമ്മളെ സ്വീകരിക്കും എന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. നാട്ടുകാർ ഉറ്റുനോക്കുന്നത് അവരെ ചേർത്ത് പിടിച്ചത് അല്ലെങ്കിൽ അവരോടൊപ്പം നിന്നത് ആര് എന്നുള്ള ഒരു
ജനം വിലയിരുത്തുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു മുൻ കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയുണ്ട് ഇവിടെ മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ആലിക്കുട്ടി എന്നാണ്. അദ്ദേഹം പഴയ കോൺഗ്രസിന്റെ പ്രവർത്തകൻ. അദ്ദേഹം കുട ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. എന്തുകൊണ്ടാണ് മത്സരിക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. മത്സരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ വാർഡ് നടക്കുന്ന അനീതിക്കും ഇതിനൊക്കെ എതിരെയാണ്. കാരണം ഇവിടെ നടക്കുകയാണെങ്കിൽ അവർക്ക് പറ്റിയ ആൾക്കാർക്ക് മാത്രമേ പല ആനുകൂല്യങ്ങളും ഇവർ കൊടുക്കുന്നുള്ളൂ. മനസ്സിലായി. ഇതിൻ്റെയൊക്കെ പേരിൽ ഒരു മാറ്റം വരണം എന്നുള്ള ഇടക്കാണ് ഞാൻ നിൽക്കുന്നത്. പ്രചരണത്തിനൊക്കെ ഇറങ്ങിയോ? ലത്തീഫും സക്കീർ മാഷൊക്കെ പ്രചരണത്തിൽ സജീവം? ഇല്ല, ഞാൻ നാളെ എൻ്റെ പ്രസ് ബോർഡ് വെച്ചിട്ടാണ് സജീവമായിട്ട് ഇറങ്ങുക. ചിന്നക്കോടയാണ്. പാർട്ടിയിൽ നിന്ന് പിൻവലിക്കാനൊക്കെ പ്രഷർ വന്നു? ഇല്ല, വന്നിട്ടില്ല. ഇപ്പം വന്നിരുന്ന ഞാൻ മണിക്കൂല. ഞാൻ ആദ്യം തീരുമാനിച്ചാണ് സ്വന്തമായിട്ട് ഞാൻ മത്സരിക്കുന്നുള്ളത്. ആദ്യം തീരുമാനിച്ചതാണ്. കുറേ ഇവർ നേടുന്ന ഒരു അവകാശപ്പെടുന്നത് അവർ നേടിക്കോട്ടെ. എനിക്ക് ഞാൻ പിന്നെ ഇവിടുത്തെ വലിയ ഫാമിലിയാണ് ഞാൻ. ഞങ്ങൾ തന്നെ ഇവിടെ 37 വീടുണ്ട്. എൻ്റെ ഇനീഷ്യലി അനീക്കാട് നിന്നാണ്. എങ്ങനെ വിജയിക്കാനാവുന്നുള്ള അത് 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ഈ പിന്മാന പ്രശ്നം ഇല്ല. ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അംഗീകരിക്കാൻ തയ്യാറില്ല. മത്സരിക്കുന്നത് അതുകൊണ്ടാണ്. LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് അല്ലിപ്പറ്റ സിദ്ദിഖാണ്. അദ്ദേഹം CPIയുടെ ഔദ്യോഗിക ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഇത്തവണ UDFിലെ ഭിന്നത, കോൺഗ്രസിലെ ആ ഭിന്നത അത് മുതലെടുത്ത് വിജയിച്ചു കയറാമെന്ന പ്രതീക്ഷയാണ് സിദ്ദിഖ് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ തവണ 850-ലേറെ വോട്ടുകൾക്ക് വിജയിച്ച വാർഡിൽ തിരിച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ വാർഡ് വിജയിച്ചു കയറുവാൻ UDFിലെ ഭിന്നത കൊണ്ട് സാധിക്കുമെന്നൊരു പ്രതീക്ഷ LDFും പങ്കുവയ്ക്കുന്നു. ഇവിടെ രണ്ടുപേരും എന്താ പറയുക, അവർ രണ്ടുപേരും ഈ കടിച്ചു കീറൽ അത് ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാകും. പിന്നെ ഞങ്ങൾ ഇവിടെ വികസനത്തിന് ഞങ്ങളിവിടെ ഈ വാർഡിൽ രാഷ്ട്രീയം പറയുന്നത് ഞങ്ങളെ LDFിൻ്റെ വികസന നേട്ടങ്ങളാണ്. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഓരോ വീടുകളിലും കയറി ഞങ്ങൾ അത് പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ മറ്റുള്ള ആളുകളെ കുറ്റം പറഞ്ഞിട്ടോ അങ്ങനെയല്ല. സർക്കാരിൻ്റെ ഓരോ നേട്ടങ്ങളും അത് ചോദിച്ച് വോട്ടാക്കുക എന്നുള്ളതാണ്. അത്രയും നല്ല നേട്ടങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ നേട്ടങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ജനങ്ങളെ കാണുന്നത്. അത് നല്ലൊരു സപ്പോർട്ടാണ്. ക്ഷേമ പെൻഷൻ്റെ കാര്യങ്ങൾ, അതേമാതിരി ഇനി വീട്ടിലുള്ള ഓരോ സ്ത്രീകൾക്ക് 35 വയസ്സായ സ്ത്രീകൾക്ക് കൊടുക്കാൻ പോകുന്ന ആനുകൂല്യങ്ങൾ എല്ലാം ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. സാധ്യമാണോ ഇത്രയും ഭീകരമായ ഭൂരിപക്ഷമുള്ളൊരു വാർഡിൽ? നല്ല സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് LDF കെട്ടുറപ്പ് ഞങ്ങൾ ശക്തമായിട്ട് ഇവിടെ നേരിടും. അപ്പോൾ ആ LDFിൻ്റെ ആ കെട്ടുറപ്പ് നല്ല രീതിയിൽ ഇവിടെ പ്രതിഫലിക്കും. ഭിന്നത ഗുണം ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ ഭിന്നത ഗുണം ചെയ്യും തന്നെയാണ് പ്രതീക്ഷ. തീർന്നില്ല, ഒരു കാര്യം കൂടിയുണ്ട്. സിദ്ദിഖിന്റെ ഡമ്മിയായി പത്രിക സമർപ്പിച്ച CPMന്റെ നേതാവിന് കൃത്യമായ സമയത്ത് ഇവിടെ പത്രിക പിൻവലിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹവും അതുകൊണ്ട് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം മരവിപ്പിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം എന്താകുമെന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ്. എന്താണെങ്കിലും കൂട്ടാലുകളിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ മറ്റ് എല്ലായിടത്തും വളരെ വ്യത്യസ്തമാണെന്ന് പറയാതെ പറ്റില്ല. കൂട്ടാലുകളിൽ നിന്നും CV അനുമോദ്, News 18.